ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കോരസിനെ, നിനക്ക് അയ്യോ കഷ്ടം. ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർനൗമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. ഈ ദൈവവചന ഭാഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഈ ഭാഗം ചിന്തിച്ചതാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ആ ഭാഗം ചിന്തിക്കുവാനും പ്രത്യേകിച്ച് കഫർനൗമിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുവാനുമായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ ചർച്ച പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുന്നവരാണ്. നമുക്കൊരു ചെറിയ ധാരണ ആ പുസ്തകത്തെക്കുറിച്ച് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ 9-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം വരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയാണ്. ഒരുപാട് ലൂക്കോസ് ഗലീലയിലെ ശുശ്രൂഷയ്ക്ക് എംഫസിസ് കൊടുക്കുന്നുണ്ട്. ആ ഗലീല എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തെ ഗലീല ജില്ലയെന്നോ ഗലീല പ്രവിശ്യ എന്നോ ഒക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഈ ഗലീലയിലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. ബൈബിൾ വായിച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ്. നസ്രയത്ത് നിങ്ങൾക്കറിയാം, കാന, ബേത്സയിദ, നയീൻ, ഇതൊക്കെ നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ഈ വാക്യങ്ങളിൽ കാണുന്ന കൊറാസിൻ, മഗ്ദല എന്ന് പറയുന്ന ഒരു സ്ഥലം, അതുപോലെ ഈ വാക്യങ്ങളിൽ കഫർനൗം, ഇതെല്ലാം നമുക്ക് വളരെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഗലീലയുടെ ഭാഗങ്ങളാണ്. നസ്രയത്തിലാണ് കർത്താവ് വളർന്നത്, ബേത്ലഹേമിലാണ് കർത്താവ് ജനിച്ചത്. എന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടുന്ന് കഫർനൗമിൽ പോയാണ് സ്ഥിരമായിട്ട് താമസിച്ചത്. കഫർനൗം ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കിയാണ് ഗലീലയിൽ അവിടുന്ന് ശുശ്രൂഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് ബൈബിളിൽ അത്ര നിങ്ങൾ കാണത്തില്ല. സെഫോറിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ചില വേദപണ്ഡിതന്മാരുടെ ചിന്തയിൽ ഈ നസ്രയത്തിനേക്കാൾ ജോലി സാധ്യതകൾ ഉള്ളത് ഈ സെഫോറിസ് എന്ന് പറയുന്ന വളരെ സാമ്പത്തിക ശേഷിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ജോസഫും കർത്താവും ഒക്കെ അവിടെയാണ് ജോലി ചെയ്തിരുന്നത് എന്നൊരു ചിന്ത അവര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ബൈബിളിൽ ഒരു നിലയിലുമുള്ള ബാക്കിംഗ് ഇല്ല എങ്കിലും ചില ആളുകൾ ആ നിലയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ നസ്രത്തിലെ അനുഭവം നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 4-14 മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടുന്ന് നസ്രയത്തിലെ പള്ളിയിൽ വന്നു. യെശയ്യാ പ്രവചനം 61 എടുത്തുകൊണ്ട് അവിടുന്ന് അത് വ്യാഖ്യാനിച്ചു. പക്ഷേ മാതൃപള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഒരു അനുകൂല മനോഭാവമായിരുന്നെങ്കിലും അല്പം കട്ടിയായിട്ട് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. അവര് കർത്താവിനെ പട്ടണത്തിന് പുറത്താക്കിയെന്നാണ്. പള്ളിയിൽ നിന്നും പുറത്താക്കി, പട്ടണത്തിനും പുറത്താക്കി. എന്നിട്ട് കർത്താവിനെ
ഒരു വലിയ കുന്നിന്റെ മണ്ടയ്ക്കുന്ന് തള്ളിയിട്ട് കൊല്ലുവാനായി നസറേത്തുകാർ തയ്യാറായി എന്നതൊക്കെ നമ്മൾ വളരെ വിശദീകരിച്ച് പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അത് കഴിഞ്ഞാണ് കർത്താവ് കഫർനഹൂമിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഗാലീലിയൻ മിനിസ്ട്രിയാണ്. 4:14 മുതൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. നമ്മൾ ഈ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു 70 ശിഷ്യന്മാരെ കൂടെ കർത്താവ് പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്തു. അവരെ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനുമായിട്ട് അവരെ അയക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ 12 അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്തതായിട്ടുണ്ട്. അവരെയും പ്രവർത്തനത്തിന് അയക്കുന്നു. 10-ാം അധ്യായത്തിൽ 70 പേരെ കൂടെ തെരഞ്ഞെടുക്കുന്നു. കർത്താവ് ചെല്ലുവാനിരിക്കുന്ന ഇടത്തേക്ക് അവരെ നേരത്തെ വിടുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങളുടെ ബാക്കിയുള്ളൂ. കർത്താവിന് വളരെ വേഗത്തിൽ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. 9-ാം അധ്യായത്തിന്റെ 51 മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവ് യെരൂശലേമിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അവിടേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണം. കർത്താവ് മാത്രമാണ് ശുശ്രൂഷിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ദൈവരാജ്യം പ്രസംഗിക്കുന്നത്. 12 പേരെ കൂടെ എടുത്തു. അപ്പൊ എക്സ്റ്റെൻസീവായി മിനിസ്ട്രി. പിന്നെ 70 പേരെ കൂടെ എടുത്തു, കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായി മിനിസ്ട്രി. ആ നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവരെ തിരഞ്ഞെടുത്ത് അയച്ച് അവർക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതില് 12-ാം വാക്യത്തിൽ മാത്രം ഞാൻ വായിക്കാം. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം മുൻ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. സുവിശേഷ വേലയ്ക്ക് കടന്നു പോകുമ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് പ്രതികരണമല്ല, നെഗറ്റീവ് പ്രതികരണം ഉണ്ടാകും. ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളായി ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുന്ന അവിടുന്ന് വളരെ എവിഡന്റ് അല്ലേ? അപ്പൊ ചിലയിടങ്ങളിൽ, ചില വീടുകളിലാകട്ടെ നാടുകളിലാകട്ടെ കൈക്കൊള്ളത്തില്ല. കൈക്കൊള്ളുമ്പോൾ ചുമ്മാ മിണ്ടാതങ്ങ് പോകുമൊന്നുമല്ല, നിങ്ങളുടെ കാലിലെ പൊടി. അപ്പൊ അതൊരു ന്യായവിധിയുടെ ഒരു മുന്നറിയിപ്പാണ്. പക്ഷെ അതിനകത്ത് അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെടുക എന്നതാണ്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, അങ്ങനെ തിരസ്കരിക്കുന്ന പട്ടണങ്ങൾക്ക് അതികഠിനമായ ന്യായവിധി വരും. സോദോമ്യരെക്കാട്ടിൽ ഭയാനകമാകുന്ന ന്യായവിധി. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇതിന് ശേഷമാണ് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 3 പട്ടണങ്ങളിൽ കൊരസിനെ, ബേത്സയിദയെ, കഫർനഹൂമെ എന്ന് കർത്താവ് പറഞ്ഞ് ന്യായവിധി പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് അവിടെയെല്ലാം ശുശ്രൂഷിച്ചു. ഇതിന്റെ പാരലൽ പാസേജ് മാത്യു 11 വന്നാൽ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ആ 20-ാം വാക്യം മാത്രം വായിക്കുന്നു. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. എന്നിട്ട് ഈ ലൂക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മാത്യുവും അവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്കൂടെ നമുക്ക് ഈ ചിന്തയ്ക്ക് സഹായകരമാകും. അതിനാണ് ഞാൻ അതുകൂടെ വായിച്ചത്. ഒരുപാട് വീര്യപ്രവർത്തികൾ കർത്താവ് കൊരേസനിലും ബേത്സയിദയിലും കഫർനഹൂമിലും ഒക്കെ ചെയ്തു. പക്ഷെ അവര് മാനസാന്തരപ്പെട്ടില്ല. ഇതാണ് ഇന്നത്തെ ചിന്ത. ഇത് എനിക്ക് ആഗ്രഹം നമുക്ക് അപ്ലൈ ചെയ്യണമെന്നാണ്. ഈ 3 പട്ടണങ്ങൾ ഇവിടെ കർത്താവ് പരാമർശിക്കുന്ന ഈ 3 പട്ടണങ്ങൾ, they simply ignored Christ. അത്ഭുതങ്ങൾ നടക്കുന്ന, അടയാളങ്ങൾ നടക്കുന്നു,
നിത്യസത്യങ്ങൾ പിതാവ് പുത്രന് കൊടുത്ത വെളിപ്പാടുകളെല്ലാം നേരിട്ട് കർത്താവ് പ്രസംഗിക്കുകയാണ്. അവരതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചൊന്നുമില്ല. നല്ല മെസ്സേജാണ്. അത്ഭുതങ്ങൾ കിട്ടി, രോഗികൾ സൗഖ്യമായി. അതിനപ്പുറത്തേക്ക് അവര് പോകാത്ത ഒരു നിസ്സംഗ മനോഭാവം ഈ 3 പട്ടണങ്ങൾക്കും ഉണ്ടായിരുന്നു. കർത്താവ് ഇവിടെ ദൈവവചനം പ്രസംഗിച്ചു, കർത്താവ് ഇവിടെ ദൈവവചനം പഠിപ്പിച്ചു. അസാധാരണ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും കർത്താവ് ഇവരുടെ നടുവിൽ ചെയ്തു. പക്ഷെ യോഗത്തിന് പോയി. ബ്രദറെ, നാളെ നമുക്ക് ജോലിയൊക്കെ ഉണ്ട്, നാളെ എനിക്ക് യോഗത്തിന് വരാൻ നോക്കത്തില്ല കേട്ടോ. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും, അവിടെ എഴുതിയിട്ടില്ല. അത്ഭുതങ്ങൾ ഇപ്പോൾ ഒരു യൂഷ്വൽ കാര്യമാ. യേശു നിന്നുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്നവർ, ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ നമുക്കതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? Who is this? This is God's son. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് മനുഷ്യനെ വിടുവിക്കാൻ. അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതെനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇതവർ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ശരിക്കും ഇത് എത്ര ഭയാനകമാകുന്ന ഒരു പാപമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തിൻ്റെ പുത്രനെ അവരുടെ നടുവിലേക്ക് അയച്ചിട്ട് മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. പ്രത്യേകിച്ച് കഫർനഹൂമുകാരെ കുറിച്ച് ചിന്തിച്ചാൽ അവർ വിമർശിച്ചേയില്ല. അതെന്താ? വിമർശിക്കാൻ തക്കവണ്ണം ഇല്ല. പലയിടത്തും കർത്താവിന് ഉപദ്രവം ഉണ്ടായി, വിമർശനമുണ്ടായി. നസറേത്തുകാരാണെ നാട്ടിൽ നിന്ന് ഓടിച്ചു. കഫർനഹൂമുകാർ അങ്ങനൊന്നും ചെയ്തില്ല. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണം ബ്രദറെ. അല്ല, എന്തെങ്കിലും മാറ്റമുണ്ടായോ? നത്തിങ്. യോഗത്തിന് പോയതായിരുന്നു, യെസ്, ഞാനുണ്ട്, ഫ്രണ്ട് റോയിൽ ഞാനുണ്ടായിരുന്നു. കർത്താവിനെ കണ്ടായിരുന്നോ? ഞാൻ എൻ്റെ പാരഫ്രൈസ് പറയാം, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തേ ഞാൻ പോകും എല്ലാ യോഗത്തിനും. അദ്ദേഹം പറഞ്ഞത് വല്ലതും ശ്രദ്ധിച്ചായിരുന്നോ? പിന്നെ ഈച്ച അനങ്ങിയില്ല. ഭയങ്കരമായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ഭയാനകമല്ലേ ഇത്? ഇത് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ഇത് പ്രസംഗിക്കണം എന്നത് ഓർത്തത്. ആദ്യത്തെ 2 പട്ടണങ്ങളെ നിങ്ങൾ ഒന്നെടുക്കുക. വാസ്തവത്തിൽ കർത്താവിൻ്റെ നീതിയുള്ള ആ ആങ്കർ ഇത്ര അധികം ദൈവം സ്നേഹിച്ച് കർത്താവിനെ അയച്ച പട്ടണങ്ങൾക്കെതിരെ ജ്വലിക്കുകയാണ്. കാരണം അവർ മാനസാന്തരപ്പെട്ടില്ല. എൻ്റെ ഒരു ചിന്തയോടെ അങ്ങ് പറയാം, ഉപവാസ പ്രാർത്ഥനയും കോട്ടേജ് മീറ്റിങ്ങും സ്പെഷ്യൽ മീറ്റിങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാം മീറ്റിങ്ങാണ്. ഈ വീട്ടുകാരെന്ത് ചെയ്യും? കാപ്പി കൊടുക്കണ്ടേ? നമ്മളില്ല. സെയിം കാര്യമാണ്. ഇനി സ്പെഷ്യൽ യോഗമാണേലോ, ഈ വറോട്ട ഇറച്ചിക്കറി ഉണ്ടാക്കണ്ടേ? അവൻ ജനം കേൾക്കട്ടെ, നല്ല മീറ്റിംഗ് ആയിരുന്നു. അച്ഛൻ കേട്ടോ, ആൻറ്റി കേട്ടോ, എനിക്ക് എല്ലാം കേൾക്കാനൊത്തില്ല. ഞാൻ ആദ്യം തുടക്കം കേട്ടു. ആ കൊരാശിനെ കുറിച്ച് ബത്സയെ കുറിച്ചല്ലേ? കറക്റ്റ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഭയാനകമാണ്. ഞാൻ അപേക്ഷിക്കുക നിങ്ങളോട്, നിങ്ങളുടെ കണ്ണ് തുറക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാനിത് ലോകത്തോടല്ല, പ്രധാനമായിട്ട് ഈ ചർച്ചിനോടാണ് ഞാൻ അറിയിക്കുന്നത്. കൊരാസിനെ നിനക്കയ്യോ കഷ്ടം, ബത്സയിദേ നിനക്കയ്യോ കഷ്ടം. ഈ കൊരാസിൻ എന്ന് പറയുന്ന ഈ സ്ഥലം കഫർനഹൂമിൽ നിന്ന് ഒരു 2-2.5 മൈൽ അകന്ന് നിൽക്കുന്ന ഒരു കൊച്ചു ചെറിയ ഗ്രാമമാണ്. കഫർനഹൂമിന് വളരെ അടുത്ത ഉള്ള ഒരു ഗ്രാമമാണിത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്ഥലം ഇല്ല. ഇപ്പോൾ ഭൂപടത്തിൽ ഈ സ്ഥലം ഇല്ല. ബത്സയിദയാണ് വാസ്തവത്തിൽ ഫിലിപ്പിന്റെയും അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ഒക്കെ മാതൃദേശം.
അതും കഫർനഹൂമിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. കൊരാസിനിൽ എന്ത് അത്ഭുതം നടന്നു എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്നില്ല. പക്ഷെ കർത്താവിന്റെ വാക്കുകൾ എന്നറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. യോഹന്നാൻ അപ്പോസ്തലൻ 4-ാമത്തെ സുവിശേഷം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം കൂടെ രേഖപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ലോകത്തിലുള്ള പുസ്തകങ്ങളൊന്നും കൊണ്ട് സാധ്യമല്ല. അപ്പൊ കൊരാസിനിൽ നടന്ന അത്ഭുതങ്ങൾ, മൈറ്റി വർക്ക്സ്, ഇറ്റ്സ് നോട്ട് റിട്ടൺ, ബട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള അത്ഭുതങ്ങൾ അവിടെ നടന്നിരുന്നു. ശരിക്കും കൊരാസിനും ബെത്സയിദയ്ക്കും നമുക്ക് പറയാം എല്ലാ യോഗത്തിനും, കാരണം കഫർനഹൂമിലാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നത്. അതെല്ലാം അവരും കാണുകയാണ്. പിന്നെ അവരുടെ ദേശങ്ങളിൽ നടന്നു. ബെത്സയിദയിലാണ് 5 അപ്പവും 2 മീനും കൊണ്ടുള്ള ആ ഭയങ്കര മൈറ്റി മിറക്കിൾ, മാസ് മിറക്കിൾ നടന്നത്. സ്തോത്രം. വാസ്തവത്തിൽ ഈ അത്ഭുതത്തിലൂടെ കർത്താവ് ആഗ്രഹിച്ചത്, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം അടയാളങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ അവരത്ഭുതം, ആ ബ്രെഡ് നല്ലേ, ഇവിടെ ഈ എവിടെ നിന്നാണ്, ഈ ബേക്കറിയിൽ നിന്ന് കിട്ടത്തില്ല. They ate the fish, they ate the bread, praise God, and they went home. അവരിൽ ഒരു മാറ്റം വന്നില്ല. ഞാൻ പിന്നീട് കർത്താവ് പ്രതീക്ഷിച്ച മാറ്റത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. വാസ്തവത്തിൽ കൊരാസനും ബെത്സയിദയുമാണ് ഏറ്റവും തിന്മയുടെ പട്ടണം. കാരണം അവർക്കാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ദൈവം അനുവദിച്ചത്. Yet they missed it. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മളിലും ഉണ്ടാകരുത്. The greatest opportunity to listen to the unadulterated word of God. എല്ലാ സാഹചര്യമുണ്ട്. നല്ല കൈവച്ച് ഇരിക്കാനുള്ള കസേര, കാർപ്പറ്റഡ്, എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അപകടത്തിലാണ്. യു ആർ ഇൻ ഗ്രേവ് ഡേഞ്ചർ. ദൈവം കർത്താവിനെ അയച്ചു. കൊരാസിൻ, ബെത്സയിദ, കഫർനഹൂം. എന്തു ഭയാനകമാണിത്! ഏറ്റവും വലിയ തിന്മ, പാപം, ദൈവത്തിന്റെ പുത്രനെ അവഗണിച്ചതാണ്. വളരെ നിങ്ങൾ സൂക്ഷിച്ചോണം, വളരെ സൂക്ഷിച്ചോണം. ദൈവവചനം ഇല്ലാത്തടത്തായിരുന്നെങ്കിൽ ഇത്ര അടി കിട്ടത്തില്ല. രക്ഷിക്കപ്പെടാത്ത നരകത്തിലേ പോകൂ. പക്ഷെ ഒരുപാട് ലഭിച്ചു. ഹൃദയ പരിവർത്തനം ഉണ്ടായിട്ടില്ലെങ്കിൽ അടിയുടെ ചൂട് ഭയാനകമാണ്. വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം കേട്ടോ. വേറെ പലയിടത്തോണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്, അവിടെ വചനമൊന്നുമില്ല, ഇവിടെ ഞാൻ നല്ല വചനം. അപ്പൊ എന്താ വചനം? കാതിനൊരു പദ്യം പോലെ ചൊല്ലാനാണോ? ഒരു ഇമ്പസ്വരം പോലെ, ഒരു പാട്ട് പോലെ, ഒരു കവിത പോലെ എല്ലാ ഞായറാഴ്ചയും വന്ന് നല്ലതായിരുന്നു. സ്തോത്രം. വരാതിരിക്കുകയായിരുന്നു നല്ലത്, കേൾക്കാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം നരകത്തിൽ പോകുമ്പോൾ അതിന് തക്കതേ ഉള്ളൂ. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോണം. ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. യു ആർ ഇൻ ഗ്രേറ്റ് ഡേഞ്ചർ മൈ ഡിയർ പീപ്പിൾ. ഹാവ് യു സീൻ ദിസ് ജീസസ്? കണ്ണുനീര് തുടയ്ക്കുന്ന, എപ്പോഴും എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന യേശുവിനെ കണ്ടിട്ടുള്ളല്ലേ? ഈ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ബൈബിൾ വെളിപ്പെടുത്തുന്ന ഈ യേശുവിനെ. നാം കേട്ട ഓരോ മെസ്സേജിനും, അനുഭവിച്ച ഓരോ വിടുതലും റെക്കോർഡാ. ദൈവം ആഗ്രഹിച്ച പരിവർത്തനം നടന്നിട്ടില്ലെങ്കിൽ we are in trouble. സ്തോത്രം. മശീഹ അവരുടെ ഇടയിൽ വന്നു. അവിടുന്ന് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവിടുന്ന് ദൈവരാജ്യം വരച്ചു കാട്ടി. ദൈവരാജ്യം പറഞ്ഞു. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് പുതിയ ജനനം?
ഇതെല്ലാം കർത്താവ് നേരിട്ട് സംസാരിക്കുക. പക്ഷെ അവരുടെ മനസ്സ് മാറുന്നതിന് പകരം ദൈവം അയച്ച മെഷിയായെ they rejected him. Why? Indifferent. Oh, we have so many other things to do. ഈ അപകടത്തിലാണോ നമ്മൾ? അതുകൊണ്ട് ആ തലമുറ they are held accountable. ഖൊരാസിൻ, ബെത്സൈദ, അവരുടെ ന്യായവിധി സോറിനെക്കാട്ടിലും സീദോനിനെക്കാളും ഭയാനകമാകും. ഒരുപാട് വെളിച്ചം കിട്ടി. നമുക്ക് തന്നെ അറിയാം വേദപുസ്തകത്തിലെ വാക്യം, ഏറെ ലഭിച്ചവനോട് ഏറെ കർത്താവ് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മോളെ എന്നെ നോക്കിയിരിക്കാം, പക്ഷെ നീ ഇത് കിട്ടുന്നില്ലെങ്കിൽ വലിയ ഭയാനക വിഷയത്തില്ല നീ. യു ബെറ്റർ ലിസൺ. അല്ല, ഞാൻ അവിടെ ഇരുന്നു, പക്ഷെ എനിക്കൊന്നും ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല. അത് നിന്റെ കാര്യം. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. ദൈവം നിന്നെ ഇത് കേൾപ്പിച്ചു. It is your responsibility to respond to the unadulterated word of God. Praise the Lord. കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണം ഒന്ന് വായിച്ചേ, അത് ഒരു പ്രാവശ്യം കൂടെ. അതിൻ്റെ 13-ാമത്തെ വാക്യം. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം. ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അടുത്ത 14-ാം വാക്യം. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. ഇത് ഷോക്കിംഗ് ആണ്. സോരും സീദോനും ജാതിക സ്ഥലങ്ങളാണ്. ഗലീലയിലെ ബേത്സയിദക്കാരും കൊരാസിൻകാരും ഒക്കെ അതിനേക്കാളിൽ ഭയങ്കര ന്യായവിധി എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ഈ സോരും സീദോനും എന്നുള്ള ആ ജാതിക സ്ഥലങ്ങൾ ബാൽ ആരാധനയ്ക്ക് തങ്ങളെ തന്നെ വിറ്റുകൊടുത്ത ജാതിക സ്ഥലങ്ങളാണ്. അവര് പാതാളത്തിലേ പോകും. അവർക്ക് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൂടാ. ഇവർക്ക് അവസരം കൊടുത്തിട്ട് ഇവർ റിജക്റ്റ് ചെയ്തുകൊണ്ട് പറയുക അവർക്ക് ആടി കുറവായിരിക്കുമെന്ന്. ഒരു യഹൂദന് ദിസ് ഇസ് ഷോക്കിംഗ്. അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്ന ഞങ്ങളോടാണോ ഇത് പറയുന്നത്? ഈ ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ച ഞങ്ങളോടാണോ ഇത് പറയുന്നത്? ആ ജാതിക സ്ഥലത്തൂടെ പോകുമ്പോൾ കാലിൽ ഒരൽപ്പം പൊടി തട്ടിയാൽ തട്ടിമാറ്റും, കാരണം ഞങ്ങൾ അശുദ്ധരാകും. അവരോട് കർത്താവ് പറയാണ്, യു റിജക്റ്റഡ് ജീസസ്, യു റിജക്റ്റഡ് യുവർ മെസ്സായ. അവരെക്കാട്ടിൽ അടി കൂടുതലാണ് നിനക്ക്. യഹൂദനത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവര് ബാലാരാധനയ്ക്ക്, ഈ സോറും സീദോനും ബാലാരാധനയ്ക്ക് നിഗളികളായി അസാൻമാർഗികമായി നടക്കുന്ന ആളുകളായിരുന്നു ഈ ജാതിക സ്ഥലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ദൈവവചനം അവർ കേട്ടില്ല. അവർക്ക് ശരിക്കൊന്നും മനസ്സിലായില്ല. ഇവർക്കാ ദൈവത്തിന്റെ വചനം ചെന്നത്. ഇവർ തിരസ്കരിച്ചു. ജഡ്ജ്മെന്റിൽ they are going to find it very hard. ഓർത്തോണോ ഇത്? ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്ന പുള്ളികളോ ഓർത്തോണോ ഇത്? എൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തിനാ ഞാൻ why should I water it down? വന്നോ നീ, വരാതിരിക്കായിരുന്നു നല്ലത്. ഇനി എന്താ നിങ്ങൾക്ക് AC വേണോ? വെക്കാം. സ്തോത്രം. ഒരു കട്ടില് മെത്തയോടെ അറേഞ്ച് ചെയ്യണം. നല്ല അതിന് സ്പെസിഫിക് ഡൺലപ്പ് വേണം. ന്യായവിധി ദിവസം അധികം ദൂരത്തിലല്ല കേട്ടോ. ഇവന്റുകൾ പെട്ടെന്ന് നടക്കും. വാ പൊളിച്ച് നമ്മൾ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഇതൊന്നും അങ്ങ് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കും. ഇപ്പൊ നമ്മുടെ മരണത്തിന്റെ കാര്യം, when are you going to die? We don't know. It can be today. സ്തോത്രം. കൊരാസിനിലെയും ബെത്സയിദയിലെയും ആളുകൾ കർത്താവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടവരാണ്.
അവരുടെ ദേശത്ത് നടന്നിട്ടുണ്ട്. അല്ലാതെ കഫർനോമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ കേട്ടിട്ടുമുണ്ട്. തൊട്ടടുത്തല്ലേ, അവരിൽ പലരും പോയി കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവർ യേശുവിന് ചെവി കൊടുത്തില്ല. സ്തോത്രം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പൊ ഈ അത്ഭുതം എന്തിനാ ചെയ്തത്? ഓ, എനിക്ക് വിസ കിട്ടി, എനിക്ക് അങ്ങനെ കിട്ടി, എനിക്ക് ഇങ്ങനെ കിട്ടി, രോഗിയായിരുന്നു, കൈ വെച്ചപ്പോ തന്നെ ഏതാണ്ട് പോലെ. എന്തിനാ ഇത്? എന്തോ കാര്യമാണ്? ഓക്കെ, ഗോഡ് ഡസ് മിറക്കിൾസ് ഇൻ ഹിസ് കമ്പാഷൻ, തർക്കം വേണ്ട. പക്ഷെ അത് മാത്രമല്ല, ഈ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ അകത്ത് യേശു ആരാന്ന് മനസ്സിലായി. ചേഞ്ച് ടോട്ടലി ടു ക്രൈസ്റ്റ്. മാനസാന്തരമാണ് വിഷയം. അതിനാണ് അത്ഭുതം. എന്നെ ഇവിടെയോ നെറ്റിലോ കാണുന്നവര് ഐ ഗോട്ട് എ മിറക്കിൾ. ഓ, യു ആർ ഇൻ ട്രബിൾ. അത്ഭുതം കിട്ടിയിട്ടുണ്ടോ? യേശുവാണോ ചെയ്തത് എന്നാ കണക്ക് കൊടുക്കണം. സ്തോത്രം. ഗലീലയിലെ യഹൂദന്മാർ, ഈ ബെത്സൈദയിലും കൊരാസിലും ഉള്ളവർ, സ്വയനീതിക്കാര്, പാരമ്പര്യ യഹൂദന്മാര്, അവര് അന്ധത പിടിച്ചിരിക്കുകയാണ്. അതാണ് അവർക്ക് പറ്റിയത്. അതുകൊണ്ട് മശിയ വന്നപ്പോൾ they are indifferent. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനിനും സഹിക്കാവതാകും. ഏതാണ് ഈ ന്യായവിധി? ഒരു കാര്യം മനസ്സിലാക്കണം, ലൈഫ് ഇങ്ങനെ പോകില്ല. വി ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് അവർ സെൽവ്സ്. ന്യായവിധി ഉണ്ട്. യേശുവിന്റെ വാക്കുകളാണ്. യേശുവിനോട് എങ്ങനെ പ്രതികരിച്ചു? യേശുവിനെ തിരസ്കരിച്ചെങ്കിൽ വെള്ള സിംഹാസനത്തിന് മുൻപിൽ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം വന്ന് നിൽക്കും. There is judgment for every human being. എല്ലാവരും വന്ന് നിൽക്കും. അന്ന് ഈ ജാതിക ആളുകൾ, സോരിലും സീദോനിലും ഉള്ളവർ, അവര് പാതാളത്തിൽ തന്നെയാണ്. യേശുവിനെ സ്വീകരിച്ചില്ല. പക്ഷെ അവരെക്കാൾ കാഠിന്യം കൂടുതല്, നമ്മുടെ ഭാഷ പറയാ കേട്ടോ മനസ്സിലാകാൻ, വിളച്ചിൽ കാണിച്ചു നടന്ന പെന്തിക്കോസുകാരനാ. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞു, എന്താ വന്ന സോരി സീദോൻ എന്ന് പറഞ്ഞു, പിന്നെ കൊരാസൻ ഇല്ല. കരിയിലമുക്കുകാര്, കടപ്രക്കാര്, ഓതറക്കാര്, തിരുവല്ലക്കാര്, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി. അതിനങ്ങനെ പറഞ്ഞു. ചെങ്ങന്നൂക്കാരെ പറഞ്ഞില്ല, ചെങ്ങന്നൂക്കാര്. കോട്ടയംകാരും പാമ്പാടി പറഞ്ഞ പാമ്പാടിക്കാര്. going to be tough. ചെല്ലോ തിരുവല്ല പക്ഷെ പറഞ്ഞില്ല, തിരുവല്ലക്കാര്. It is going to be tough. There is coming a judgment. ഇവിടെ രണ്ട് കാര്യം വളരെ വ്യക്തമാണ്. നരകത്തിൽ ഈ ശിക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. കർത്താവിന്റെ വാക്കുകൾ നിഷ്ഠൂരമാണ് അല്ലേ? ബോധപൂർവം തിരസ്കരിച്ചു, യു ആർ ഇൻ ട്രബിൾ. മറ്റേ കാണുന്നില്ല, കേട്ടില്ല, അഴിഞ്ഞു, അവരും നരകത്തില. ബിക്കോസ് ദേ റിജക്റ്റഡ് ജീസസ്. അതിനേക്കാൾ കാഠിന്യത കൂടുതലാണ് കേട്ടു മനസ്സിലായി, കണ്ടു മനസ്സിലായി, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. സ്തോത്രം. രണ്ടാമത്, ഏറ്റവും കട്ടിയായിട്ടുള്ള പണിഷ്മെന്റ് ഈ വെളിപ്പാടുകൾ ലഭിച്ചിട്ട് ബാഹ്യമായി ഭയങ്കര ആത്മീകത കളിച്ചു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. വചനമൊക്കെ കേൾക്കുമ്പോ എന്നോ ഗ്ലോറിയ. പൊന്നു മോനെ, പൊന്നു മോളെ, ഹൃദയത്തിൽ ഇപ്പോഴും നെകളവുമായിട്ടിരിക്കുകയാണെങ്കിൽ ജാതികളെക്കാട്ടിലും സിവിയർ ആയിരിക്കും ജഡ്ജ്മെന്റ്. മാനസാന്തരം ഉള്ളിലാ നടക്കേണ്ടത്. സ്തോത്രം. ഇപ്പം മാനസാന്തരം എന്ന ദൂതിന് പോലും മാർക്കറ്റില്ല. ഇന്നലെ ഞാൻ ഇവിടെ ചോദിച്ചു, അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് എന്തായിരുന്നു? മനസ്സാന്തരം.
you. We are not shocked anymore even hearing about repent. അതെന്താ? നമ്മളോടല്ല ഈ പറയുന്നെന്നാ തോന്നുന്നത്. 1ാം ക്ലാസ് ഫരീസേനാ നീ. ഇത് ഇവിടെ ഇരിക്കുന്നവരോടാണ്, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരാണ്. You got an abundance of the word of God. സമൃദ്ധിയായി ദൈവം കരുണ കാണിച്ച് നമുക്ക് ദൈവവചനം തന്നു. We are answerable. കാറ് കിട്ടിയതല്ല വലുത്, വീട് വെച്ചതല്ല വലുത്, പിള്ളേരല്ല ഏതാണ്ട് വൻപനായതല്ല വലുത്. You are answerable before God. എന്നിട്ട് ഈ പറഞ്ഞതെല്ലാം പറഞ്ഞു ദൈവം മാനിച്ചു ബ്രദറെ, വീടൊക്കെ വെക്കാൻ. എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് ഇവിടെ ഉണ്ട്, ദൈവം കരുണ ആന്നോ എന്ന അടിയുണ്ട്. നീ ചേഞ്ച് ചെയ്തില്ല, എന്നാ പിന്നെ ദൈവം വേണ്ട. കണ്ട, യു ആർ സെയിങ് ഗോഡ് ഡിഡ് സച്ച് മിറാക്കുലസ് തിങ്സ് ഇൻ യുവർ ലൈഫ്. എന്തിന്? എന്നാ ദൈവം ചുമ്മാ ഇരുന്ന് ഓരോ ദേശത്തും നിനക്ക് ഓരോ ഫ്ലാറ്റ് തരാൻ ഇങ്ങനെ അങ്ങ് പ്രോഗ്രാം ചെയ്തിരിക്കാമോ? അത് ദൈവമാണ് തന്നതെങ്കിൽ യു ആർ ആൻസറബിൾ. മാനസാന്തരപ്പെടാനാണ് ദൈവം തന്നത്, ചേഞ്ച് ചെയ്യാനാണ്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. യു തോട്ട് ദിസ് ഇസ് ഓൾ ഫോർ യു. സ്തോത്രം. അതുകൊണ്ട് ഈ ബാഹ്യ കളി നിർത്തണം. റിലീജന്റെ കുപ്പായമിട്ട് അകത്തെ മനുഷ്യൻ മറ്റുള്ള ആളുകൾ കാണാതെ നമ്മൾ സൂക്ഷിക്കുകയാണ്. അന്യഭാഷ പറയുന്നു, കൈയിട്ടടിക്കുന്നു, വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. കൊച്ചമ്മമാരെ, അകം മാറിയിട്ടില്ലെങ്കിൽ ഇത്രയും കേട്ടത് വലിയ പ്രശ്നമായി മാറും. ഇവ ചിലരുടെ ഉള്ളിൽ ചിന്ത, ഇതങ്ങ് വന്നും പോയി കേൾക്കണ്ടായിരുന്നു. ഈ ശക്തമായ ഭാഷയിൽ ഞാൻ കാണുന്നത് എന്താണെന്നറിയാമോ? സ്നേഹമാണ്. തിരിയ ന്യായവിധി വരുന്നുണ്ട്, തിരിയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. സംഭവം ഇങ്ങനെയാണ്. ഏറെ ലഭിച്ചു. നമ്മൾ ഇതെടുക്കുന്നത് എങ്ങനെ? ആരെക്കാൾ എനിക്കറിയാൻ കുറെ കാര്യങ്ങൾ. ആളുകളെ വെരുട്ടുക, ആളുകളെ കളിയാക്കാൻ. ഒന്നും അറിയത്തില്ല അവർക്ക്. എടാ, അറിഞ്ഞ നിനക്കെന്ത് മാറ്റം ഉണ്ടായി? ഹാവ് യു ചേഞ്ച്ഡ്? രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപമാകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. 15-ാം വാക്യം, നീയോ കഫർനോമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. ഇനി മത്തായി 11:23-24 അല്പം കൂടി ഒരു വിശദീകരണം. നീയോ കഫർനഹോമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്ന് വരെ നിലനിൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. തീയും ഗന്ധവും എല്ലാം കൂടെ അതിന്റെ മണ്ടയ്ക്ക് ദൈവം ന്യായം വിധിച്ചു. If they had seen these miracles, they had heard the word that leads to eternal life, ഇന്ന് വരെ അത് നിന്നേനെ. ആര്? സോദോമ്യര്. യഹൂദന്മാര് ഷോക്കാകും, what is this? എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Can you believe that? സോദോമിന്റെ പാപം സഹിക്കാൻ വയ്യാതെ ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. ദൈവം പറയാ, ന്യായവിധി ദിവസത്തിൽ you will be in a worse position. ആരോട് പറയാ? കഫർനോം. കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കണം. അതാണ് യേശുവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. യേശു സ്ഥിരതാമസമാണ്. നസ്രയത്തിൽ നിന്ന് കർത്താവ് പോയി, and he went to കഫർനഹൂം. ലൂക്കോസ് 4:31 വാക്യത്തിൽ അതുണ്ട്. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോകുന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നസ്രയത്തുകാരെ പോലെയല്ല കഫർനഹൂം. കഫർനഹൂമിൽ കർത്താവിനെ കളിയാക്കിയില്ല, കഫർനഹൂമുകാർ പുറത്താക്കിയില്ല. കഫർനഹൂമുകാർ സ്വാഗതം ചെയ്തു. പ്രസംഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ. ആ വാക്ക് കേട്ടാൽ എന്നെ ആത്മീയനാണോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കഫർനഹൂം.
വളരെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് കഫർനഹൂം. നസ്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ശരിക്കും ക്രയവിക്രയം നടക്കുന്ന ഒരു മനോഹരമായ പട്ടണമാണ് കഫർനഹൂം. അവിടെയാണ് കർത്താവ് ആസ്ഥാനമാക്കിക്കൊണ്ട് ഗലീലയിൽ പലയിടത്ത് സഞ്ചരിച്ച് പ്രവർത്തിച്ചത്. കർത്താവിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുകാരോട് പറയാ, യു ആർ ഇൻ ട്രബിൾ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ദൈവവചനം ഈ കൊച്ചു ചർച്ചിൽ നിന്ന് പോവാ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിനക്കെന്ത് ഗുണമുണ്ടായി? അതുകൊണ്ട് ഞാൻ ഈ അമ്മമ്മമാരോട്, അമ്മ ചുമ്മാ ആത്മീയം കളിക്കരുത്. അയ്യോ, നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ജഡ്ജ്മെന്റ് ഇസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. പുറത്തെ ഈ വേഷം കെട്ടുകൊണ്ട് ഒന്നും കാര്യമില്ല. സാമ്പത്തികമല്ല ഇതിനകത്തെ വിഷയം. ഇഷ്ടം പോലെ പൈസ എനിക്കുണ്ട്. സോ വാട്ട്, സോ വാട്ട്? കഫർനഹൂം റിച്ച് ആളുകളാണ്. അവിടെ ഒരുപാട് പേര്, കാരണം ഇതൊരു ബിസിനസ് ഹബ്ബ് പോലെ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ പലയിടങ്ങളിൽ വരുമ്പോൾ സുവിശേഷീകരണത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമായിരുന്നു. കർത്താവ് അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. അവരോടാണ് കർത്താവ് ഈ സ്ട്രോങ് വാക്കുകൾ പറയുന്നത്. കഫർനഹൂമിനെ പിൻകാലങ്ങളിൽ അറിയപ്പെട്ടത് തന്നെ ദ സിറ്റി ഓഫ് ജീസസ്, അങ്ങനെയാണ് അറിയപ്പെട്ടത്. ഈവൻ ടൂറിസ്റ്റുകൾ പോലും വരുമായിരുന്നു. എന്തിന്? എന്താ സാറിന് ക്രയവിക്രയമല്ലോ? ഒന്നുമില്ല, യേശു എന്ന് പറയുന്ന ആളുണ്ട് നസ്രയത്തിൽ നിന്ന്. പുള്ളി ഇപ്പം അങ്ങോട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണണം. ഇവിടെ എല്ലാവരും പറയുന്നു ഭയങ്കര വിടുതല വിടുതല. ഞാൻ ഇവിടെ കൂടെ കൊണ്ടുപോകാം വിടുതല. തിരിച്ചു വരുമ്പോൾ വിടുതലായോ? എന്തോ ആയിരുന്നത് അങ്ങോട്ട് കയറുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ എല്ലാം ഓക്കെ. എന്നിട്ട് അച്ഛനും വല്ല ഗുണമുണ്ട്. ഗുണമോ? അതെന്തോ സ്തോത്രം. ഒരുപാട് പേര് യേശുവിനെ എൻ്റെ ഓരോ ഇവിടുത്തെ ഇന്ന് ഇവിടെ ആയിരുന്നു ജോറി, നല്ല അല്ല ഓക്കെ, നാളെ ഇവിടെ ആയിരിക്കും ജോറി. പിന്നെ വെറുതെ പ്രാർത്ഥിക്കണേ, ഞാനൊരു കാർ ബുക്ക് ചെയ്തിരിക്കുക, അത് എൻ്റെ മേളിൽ 2-3 പേര് ലിസ്റ്റിലുണ്ട്, അവർ വേണ്ടാന്ന് പറയണം, എനിക്കത് ആദ്യം കിട്ടണം. ഓ, എന്തൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളാണെന്നറിയാം. എന്നിട്ട് വന്ന് നീട്ടിപ്പിടിച്ച് സാക്ഷി പറയും, അയ്യോ പ്രാർത്ഥനയില് കർത്താവ് ദൂതൻ ഇറങ്ങി വെട്ടിയത് 1 2 3 എനിക്ക് ആദ്യം കിട്ടി. ഓ സ്തോത്രം. എന്താ ഇത്? ലെവലില്ലാതെ പോയല്ലോ. ഇത് സീരിയസ് ആണ്. എനിക്ക് നിങ്ങളെ ഒരു ചാൻസ് തരികയാണെന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്ക നിങ്ങളുടെ കാലെ പിടിച്ച് ഞാൻ ഈ കാര്യം പറയാം. ഇത് അത്ര ഭയങ്കര ഇതാണ്. റിയലി ഐ ആം ടെല്ലിങ് യു. എൻ്റെ ഹൃദയം തകർന്നാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. റിയലി ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. ഗുണപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടോ? മാനസാന്തരപ്പെട്ടോ? ഇത് തന്നെയാണ് യഹൂദന് പറ്റിയത്. അവരുടെ പാരമ്പര്യം. അവർ വലിയ ആത്മീയരായിട്ടാണ്. അവർ ചിന്തിക്കുകയാണ് we will be there in heaven. They rejected God's Messiah. അവരെ നീതീകരിക്കേണ്ടതിന് ദൈവത്തിന്റെ പുത്രനെ അയച്ചതാണ്. അവർക്കത് വേണ്ട. ഞങ്ങളുടെ മെറിറ്റ് പോകാന്ന് ഞങ്ങൾ നോക്കട്ടെ. കഫർനഹൂം നല്ല സ്ഥലമാണ്, പക്ഷെ അവർക്ക് പറ്റിയത് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് നിന്നിൽ നടന്ന, അത് മത്തായി 11:23 2-ാം ഭാഗമാണ്. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ. അവിടെ വീര്യപ്രവർത്തികൾ എന്തെല്ലാം നടന്നു? ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മാത്രം പെട്ടെന്ന് പറയാം. ലൂക്കോസ് 4:32 മുതൽ 37 വരെ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാളുണ്ടായിരുന്നു. യേശു അതിനെ പുറത്താക്കി. ലൂക്കോസ് 4:38 മുതൽ 41 വരെ പത്രോസിന്റെ അമ്മായിയമ്മ പൂർണ്ണമായി സൗഖ്യമാക്കി. ആ ഇൻസ്റ്റന്റിൽ തന്നെ ആ മാതാവ് എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. ലൂക്കോസ് 4:40 മുതൽ 41 വരെ ഒരുപാട് ഭൂതം ബാധിച്ചവരെ കർത്താവ് വിടുവിച്ചു. ലൂക്കോസ് 5:12 മുതൽ 15 വരെ ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കി. ലൂക്കോസ് 5:17 മുതൽ 26 വരെ പാരലറ്റിക്കായി കിടക്കുന്ന ഒരു മനുഷ്യനെ മേൽക്കൂര പൊളിച്ച് കർത്താവ് ഇരിക്കുന്ന ആ സദസ്സിന്റെ നടുവിൽ
ഇറക്കി വെച്ചു. അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി. ലൂക്കോസ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൈ വരണ്ടിരിക്കുന്ന മനുഷ്യനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. യോഹന്നാൻ 4:46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യന്റെ, ഒരു നോബിൾ മാന്റെ 5:1 മുതൽ 11 വരെ അത്ഭുതകരമായി വലിയ മീൻകൂട്ടം കർത്താവ് പത്രോസിനും കൂട്ടർക്കും അത്ഭുതത്താൽ അനുവദിക്കുന്നു. ലൂക്കോസ് 7:1 മുതൽ 10 വരെ ഒരു ശതാധിപന്റെ മകൻ വിടുതൽ പ്രാപിക്കുന്നു. 8-ാം അധ്യായം 22 മുതൽ 25 വരെ അത്ഭുതകരമായി സീ ഓഫ് ഗാലിലിയിൽ കർത്താവ് ഒരു വലിയ കൊടുങ്കാറ്റ്, ഒരു സ്റ്റോമിനെ ശാസിക്കുകയാണ്. 8-ാം അധ്യായം 43 മുതൽ 48 വരെ രക്തസ്രവക്കാരത്തി സ്ത്രീ സൗഖ്യമായി. കഫർനഹൂമിൽ ഇതെല്ലാം നടന്നു. അതെ, എന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി. ഒരു മത്തായിച്ചൻ രക്ഷപ്പെട്ടു. ടാക്സ് കളക്ടറിന് അതുവഴി പോയപ്പോ കർത്താവിന് മത്തായിച്ച ബാ, എല്ലാം ഒരൊറ്റ ഏറ് കൊടുത്തേച്ചു മത്തായിച്ചൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ പാപി അവരുടെ പള്ളി കയറ്റത്തില്ല. മത്തായിച്ചനെ ലീവായി അവരുടെ പള്ളി കയറ്റത്തില്ല. കോടതിയിൽ മത്തായിയാണ് ചെല്ലുന്നത് സാക്ഷ്യം പറയാനെങ്കിൽ വി ഡോണ്ട് വാണ്ട് യുവർ ടെസ്റ്റിമണി, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് സിന്നർ. യേശു അങ്ങോട്ട് എന്ന് പറയാം, കം ആഫ്റ്റർ മീ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ യു ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്? ഞാനിപ്പോൾ ഒരു ഓഫീസിൽ ഇരുന്ന് പണി ചെയ്യുക, ഒരാളിങ്ങനെ വരുന്നു, ബാ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കളഞ്ഞു നല്ല പൈസ ഉണ്ടാക്കുന്ന. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പറയാം. കഫർനഹൂമിൽ നടക്കുന്ന പ്രവർത്തനവും കഫർനഹൂമിലെ പ്രസംഗങ്ങളും ഇദ്ദേഹത്തിന്റെ കാതുകളിൽ വന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് എന്നെ വേണ്ട, ദൈവത്തിന് വേണ്ട എന്നാണ് എൻ്റെ ചിന്ത എന്ന് ചിന്തിച്ചിരിക്കെ, ഈസ് ദേർ ഹോപ്പ് ഫോർ മീ? ദൈവത്താൽ അയക്കപ്പെട്ടവനായി കടന്നു വന്ന മശിയ നേരിട്ട് എന്ന് പറയാം, കം. അവൻ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല, മുഴുവൻ എടുത്ത് ദൂരെ കളഞ്ഞു വെച്ചു. ഇവൻ and he is the one who wrote the first gospel. Hallelujah. ഏത് പാപിയെ രക്ഷപ്പെടുത്താൻ? ഞാൻ പറയാം, ഈ ലീവായി അല്ലെങ്കിൽ മത്തായിയെ പോലെ തന്നെ ബാക്കിയുള്ളവരും പാപികളാണ്. പക്ഷെ അവര് ചിന്തിച്ചു, നോ, വി ആർ സെൽഫ് റൈച്ചസ്. കണ്ടോ കാര്യങ്ങൾ? അങ്ങനെ കുറെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ യേശുവിനെ അവർ തിരസ്കരിച്ചു. ഈ അത്ഭുതങ്ങളെല്ലാം നടന്നു. 8-ാം അധ്യായത്തിന് 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ യായിറോസിന്റെ മകളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ ഇത് ലൂക്കോസിന്റെ, മത്തായിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ഇനി അതൊരു സ്റ്റഡിയായി റിസർച്ച് ചെയ്യും. മൈറ്റി മിറക്കിൾസ്, പ്രസംഗങ്ങളോ നേരിട്ട് അവിടുന്ന് വലിയ പ്രസംഗങ്ങൾ അവിടെ നടത്തി. അതൊക്കെയാണ് നമ്മുടെ ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഞാനാണ് ജീവന്റെ അപ്പം, എവിടെയാണിത്? ഇറ്റ് ഈസ് ഇൻ കപ്പർനഹൂം. സ്തോത്രം. പ്രഭാഷണങ്ങളൊക്കെ കർത്താവ് അവിടെ ചെയ്തു. എല്ലാം ജീവന്റെ അപ്പം ഞാനാ, എന്നെ തിന്ന്. അങ്ങനെ നമ്മളങ്ങ് കൂടുതൽ അങ്ങ് ഡീപ്പായിട്ട് പോകുകയൊന്നും വേണ്ട. എന്നിട്ട് വീട്ടിൽ പോയി. കർത്താവ് പറയാണ്, there will be judgment. There will be judgment. സ്തോത്രം. എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത്? മോളെ, ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണല്ലോ 11-ാം അധ്യായത്തിൽ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് 2 കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. കൊറാസിൻ, ബെത്സൈദ, കഫർനഹൂം, 3 പട്ടണങ്ങൾ. woe unto you. കർത്താവിന്റെ ആ ഡിസ്പ്ലഷർ, ആ ആങ്കർ. എന്നാ കാര്യം? അവരെന്ത് ചെയ്തു? കഫർനഹൂമുകാര് അങ്ങേ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിത്യജീവനിലേക്ക് നയിക്കുന്ന സന്ദേശം തിരസ്കരിച്ചു. കർത്താവിന്റെ ഐഡന്റിറ്റി അവർ തിരസ്കരിച്ചു. അവർക്കറിയാതെ ബ്ലൈൻഡഡായി നിന്നു. സ്തോത്രം. ഈ ഇരട്ടത്താപ്പ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സ്തോത്രം. ഇറ്റ് ഈസ് വെരി സീരിയസ്. നമ്മളൊക്കെ ഇച്ചിരി ഇങ്ങനൊക്കെ അങ്ങോട്ട് പിന്നെ ആരുണ്ട് ഇങ്ങനൊക്കെയാ ചോദിക്കുന്നത്. നോ, ഇറ്റ് ഈസ് വെരി സീരിയസ്. സ്തോത്രം.
ആ വചനങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അപ്പൊ മാനസാന്തരപ്പെടായികയാലാണ് ശാസിക്കുന്നത്. വാട്ട് ഈസ് റിപ്പന്റൻസ്? നമ്മളിപ്പോ 3-4 ദിവസമായിട്ട് ഇത് കേൾക്കുകയാണ്. റിപ്പന്റൻസ്, മാനസാന്തരം എന്ന് പറഞ്ഞ പെന്തിക്കോസ്തിൽ ചേരുക എന്നല്ല അതിന്റെ അർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വെള്ളയുടുപ്പ് ഇടുക എന്നുള്ളതല്ല അർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആഭരണം ഊരുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. മാനസാന്തരത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതെല്ലാം കാണിച്ചിട്ട് ഉള്ളിൽ തിരിയുന്നില്ലെങ്കിൽ അത് മാനസാന്തരമല്ല. യഥാർത്ഥ മാനസാന്തരത്തിൽ ബുദ്ധി, വികാരങ്ങൾ, ഇച്ഛാശക്തി ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന, ഇതെല്ലാം ബാധിക്കും. അല്ലാതെ മാനസാന്തരം കേവലം ഒരു മാനസിക പ്രവർത്തനം മാത്രമല്ല. ഇനി ഐ ഫീൽ ലൈക്ക് ദാറ്റ്, there is no feeling, you have to take a decision. മാനസാന്തരപ്പെടാത്തവര് ഇന്ന് പകൽ മാനസാന്തരപ്പെടണം. സ്തോത്രം. മാനസാന്തരത്തിന്റെ തുടക്കം നമ്മുടെ ബുദ്ധിപരമായിട്ടാണ്. ഞാൻ ഒരു പാപിയാണ് എന്നുള്ള ബോധ്യം എനിക്ക് വരണം. അത്യുന്നതനായ ദൈവത്തിന്റെ the Son of God ബേത്സയിദയിലൂടെ, കൊരാസിനിലൂടെ, കഫർനഹൂമിലൂടെ നടക്കുമ്പോൾ this holy Son of God, അവിടുത്തെ വചനവും അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ നിനക്കിതെങ്ങനെ തോന്നാതിരുന്നു? മാനസാന്തരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐ ആം എ സിന്നർ. പത്രോസിൽ അതുണ്ടായി. മീൻപിടുത്തം വന്ന് പറയും ഞാൻ പാപിയാണ്, പ്ലീസ് ഗോ അവേ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഉണ്ടായിട്ടുണ്ടോ? അതോ നേരിട്ട് വന്നങ്ങ് സ്നാനപ്പെടുകയായിരുന്നു? ബുദ്ധിപരമായി ഒരു മാറ്റം ഉണ്ടാകണം. ഞാനൊരു പാപിയാണ്, ആ പാപത്തിന് ഞാൻ പേഴ്സണലി റെസ്പോൺസിബിൾ ആണ്. യെസ്, ആദാമ്യ പാപം എന്നിലെ സിൻഫുൾ നേച്ചർ ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചെയ്തു വരുന്ന പാപത്തിന്റെ ആ ഗിൽറ്റിന് ഐ ആം പേഴ്സണലി റെസ്പോൺസിബിൾ. സ്തോത്രം. അത് മാത്രമല്ല, എനിക്ക് വചനത്തിൽ നിന്ന് ബോധ്യമാകണം, എൻ്റെ ഈ പാപത്തിന്റെ കെട്ടിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കർത്താവിന് കഴിയും, കർത്താവിന് മാത്രമേ കഴിയൂ. A recognition of who God is, of who Jesus is. രണ്ടാമത്, വൈകാരികമായി ഒരു മാറ്റം സംഭവിക്കണം. കാര്യങ്ങൾ എനിക്ക് ബോധ്യമാകുമ്പോൾ കേവലം അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, അല്ലെ ഞാനൊരു ഭാവിയാണല്ലോ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുകയല്ല. ആ അകത്ത് വന്ന ശക്തമായ ദുഃഖം, ഞാനൊരു പാപിയാണ്, ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല എന്ന ബോധ്യം ആഴമായ ദുഃഖത്തിലേക്ക് എന്നെ നയിക്കണം. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ യോവൽ പ്രവാചകൻ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? കരയുക, വിലപിക്കുക. I'm a sinner. I have no hope. Oh Lord, have mercy on me, a sinner condemned to go to hell. മൂന്നാമത്, സ്വമേധയ തീരുമാനമെടുക്കണം. പാപബോധം വന്നു, ദുഃഖം വന്നു. Fall into the hands of Jesus Christ. Praise the Lord. ഇത് നമ്മുടെ അകത്ത് നടക്കേണ്ട കാര്യമാണ്. എത്ര വർഷം ന്യൂ ലൈഫിലെ മെമ്പർ ആയതല്ല വിടുതൽ. ഇതകത്ത് നടന്നിട്ടില്ലെങ്കിൽ യു ആർ ഓൺ യുവർ വേ ടു ഹെൽ. മോനെ, പാട്ടുമൊക്കെ കൊള്ളാം, നല്ല ഓർഗനാ. മാനസാന്തര അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ്. എല്ലാ പ്രസംഗികളും പാട്ടുകാരും സകലരും ഇത് ഓർത്തോണം. എനിക്ക് ഇത്രയും ലൈക്ക് കിട്ടുന്നല്ലോ. ലൈക്ക് മേളിൽ ലൈക്കില്ല, മനസ്സിലായോ? മേളിൽ ലൈക്കില്ല. ദിസ് ഇസ് സീരിയസ്. ഞാൻ ദൈവസനിൽ കരഞ്ഞ്, ഇതെങ്ങനെയാ എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നത്?
എന്റെ മുൻപിലിരിക്കുന്ന ജനം ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഞായറാഴ്ച വന്നു, ഏതാണ് മീറ്റിങ്ങിന് വന്നു, പ്രസംഗിച്ചു, പാടി. These things don't come. Have you repented? ദൈവത്തിന്റെ വെളിപ്പാട് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ആ വെളിപ്പാടിന്റെ മുൻപിൽ നീ അടിയറവ് പറഞ്ഞോ? ആ വെളിപ്പാടിന്റെ മുൻപിൽ നിന്നെ തന്നെ തിരിച്ചോ? 180 ഡിഗ്രി തിരിച്ചോ? അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അത്ഭുതം കിട്ടി, എന്റെ കല്യാണം നടന്ന അത്ഭുതം, സ്തോത്രം. സോ വാട്ട്? ഇത് നിന്നെ കർത്താവെങ്കിലേക്ക് നയിച്ചോ? ദാറ്റ്സ് എ പോയിന്റ്. ഇല്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. കല്യാണം നിങ്ങളുടെ മാത്രമാണ് നടക്കുന്നത്, നിരീശ്വരവാദിയുടെ മക്കളുടെ കല്യാണം നടക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നു, ഓ ഗോഡ് ഡിഡ് എ മിറക്കിൾ. ആണോ? ആണെങ്കിൽ സൂക്ഷിക്കണം. ഗോഡ് എക്സ്പെക്ട് സംതിങ്. വാട്ട് ഡസ് ഹി എക്സ്പെക്ട്? ഓ, നിന്റെ പണമെല്ലാം കൊണ്ട കർത്താവിന്റെ അതല്ല. യു റിപ്പന്റ്. ഗെറ്റ് റെഡി ഫോർ ഹെവൻ. കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നാലും യു വിൽ ഗോ ടു ഹെൽ. യേശുവിന്റെ പുണ്യപാദങ്ങൾ നടന്ന അവരോട് പറയുകയാണ്, യേശുവിന്റെ വാക്കുകൾ നേരിട്ട് കേട്ട അവരോട് പറയാണ്, യു ഗോ ടു ഹെൽ. സ്ട്രോങ് വേർഡ്സ്. അതാണ് സ്നേഹം. അല്ലാതെ സ്നേഹമാണെന്ന് പറഞ്ഞ് വരുന്നവരെ എന്റർടൈൻ ചെയ്ത് വിടുന്നതല്ല. പ്രസംഗത്തിനകത്ത് താക്കീതുണ്ട്. യേശുവിന്റെ പ്രസംഗം കേട്ടോ, കണ്ടോ, പഠിക്ക്. ഇതാണ് പ്രസംഗം. നമ്മൾ വന്നിടത്തെല്ലാം എന്തായിരുന്നു? കണ്ണു നീര് തുടയ്ക്കും, ഞാനും കരയാ, നീയും കര. എന്നിട്ട് എല്ലാവരും കൂടെ കരഞ്ഞ് അവസാനം ആശീർവാദം കഴിഞ്ഞ എല്ലാവരും കൂടെ ചിരിച്ച് പോവാ. നിങ്ങളുടെ ആത്മാക്കളെ കുറിച്ചാണ് ദൈവത്തിന്. God is concerned about your real person, your spirit man. He wants to save you. ആ വാക്യം ഒന്നുകൂടെ മോള് വായിക്കുകയാണ്. പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ. That is the point. മാനസാന്തരപ്പെടായികയാൽ. പൂർണ്ണ മാനസാന്തരമായിരിക്കണം. അത് അകത്താണ് ശസ്ത്രക്രിയ നടക്കേണ്ടത്. ഞാൻ പാപത്തിലേക്ക് പോകുന്നു, 180 ഡിഗ്രി ദൈവത്തിങ്കലേക്ക് തിരിയുന്നു. എന്താ കാര്യം? I saw the miracle. I heard the word from the master. എന്റെ ഉള്ളിനോട് ഇടപെട്ടു. I change. അത് ഞാൻ എടുക്കുകയാണ് തീരുമാനം. അല്ലാതെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂതൻ വന്ന് എന്നെ ഇങ്ങനെ ആക്കി. നോ. അകത്ത് ക്രിയ നടന്നപ്പോൾ യു ടേക്ക് ദാറ്റ് ഡിസിഷൻ. സ്തോത്രം. റിജക്റ്റ് ചെയ്താലോ? കഫർനഹൂമിന് സംഭവിച്ചത് അതാണ്. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് വിലപിക്കണം. താഴോട്ട് വായിക്കാം. മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ഹാ കഷ്ടം എന്നുള്ള വാക്ക് terrible. Woe unto you. അപ്പം എന്റെ ഒരു ചിന്ത പറയാ, ഈ സൗഖ്യം കിട്ടിയവരും ഇത് കേൾക്കുക. അയ്യോ, ഞങ്ങൾ ഓർത്തത് അന്നേരം ഞാനൊക്കെ നടന്നതായിരുന്നു നല്ലപോലെ, ഇപ്പൊ പറയുന്നു ഹാ കഷ്ടം. എന്താ? എടാ, ഈ കാലോ കയ്യോ അല്ല പ്രധാന വിഷയം. ഇറ്റ് ഈസ് യുവർ സോൾ. എല്ലാ അത്ഭുതങ്ങളും താൽക്കാലികമാണ്, ഇൻക്ലൂഡിംഗ് റൈസിംഗ് ഫ്രം ദ ഡെഡ്. ലാസർ പിന്നെയും മരിച്ചു, യായിറോസിന്റെ മകൾ പിന്നെയും മരിച്ചു, നൈനിലെ വിധവയുടെ മകൻ പിന്നെ മരിച്ചു. ഇത് മുഴുവൻ താൽക്കാലികമാണ്. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അത്ഭുതം നിത്യമായ അത്ഭുതമാണ്. പാപിയായ എന്റെ ഉള്ളു മാറി. ഇവിടെ എനിക്ക് ഒരു അത്ഭുതം ശാരീരികമായി കിട്ടിയില്ലെങ്കിലും, എനിക്കൊരു പണം കിട്ടിയില്ലെങ്കിലും, ഞാൻ ഒരു ഫേമസ് ആളായില്ലെങ്കിലും, ആരും എന്നെ കൈവെള്ള കൊണ്ട് നടന്നില്ലെങ്കിലും, സകലരും എന്നെ വിമർശിച്ചാലും, ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് ഐ ആം റെഡി ടു മീറ്റ് മൈ ഗോഡ്. ഞാൻ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഭയാനകമല്ലേ അത്? സ്തോത്രം. ദൈവം എൻ്റെ എല്ലാ കാര്യം ഇവാലുവേറ്റ് ചെയ്യും. ബിലീവേഴ്സിന് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഫോർ റിവാർഡ്സ്. അവിശ്വാസിക്ക് വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കണം. അക്കൗണ്ട്സ് വിൽ ബി സെറ്റിൽഡ്. ഇവിടുത്തേതല്ല കാര്യം. ഇവിടെ എന്തുവാ സെൻട്രൽ പാസ്റ്റർ ആകുന്ന, ഐ ഡോണ്ട് കെയർ ഫോർ ഓൾ ദിസ്.
ചില ആൾക്കാർ ഐ ഡോണ്ട് കെയർ ഫോർ ദിസ്. എനിക്ക് സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, ആരുടെയും പണവും വേണ്ട. പണം തരുന്നവർക്കായി സ്തോത്രം, ഗുഡ്. വാങ്ങി പോക്കറ്റിൽ ഇട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖം നോക്കി ഒന്നും പറയത്തില്ല. കാര്യം ഞാൻ പറയും. എനിക്ക് പണം തരാതിരിക്കുകയാണ് ബുദ്ധി. ലോകത്തിൽ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ തരാതിരിക്കുകയാണ് ബുദ്ധി. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത പോലെ കാര്യം പറയും. സ്തോത്രം, ഹല്ലേലൂയ. ഓ, ചിലർ സ്തോത്രം പറയാ, തരാഞ്ഞതിനോ സ്തോത്രം. നീ തരണ്ട എൻ്റെ പ്രിയരെ. ഇതൊന്നും ഇസ് നത്തിങ് ഫോർ മീ. എൻ്റെ കാര്യമൊക്കെ മേൽത്തരമായി തമ്പരാൻ നോക്കുന്നുണ്ട്, അല്ലാതെ കഷ്ടിച്ചു പോകുന്നു അങ്ങനൊന്നും അല്ല. മേൽത്തരമായിട്ട് നോക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. ഒരു ദിവസം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തെ. നമ്മൾ ഈ പുറംപൂച്ചൊന്നും നടന്ന പണി നടക്കത്തില്ല. സ്തോത്രം. മെയിൻ കാര്യം ഇതാണ്. കർത്താവ് പ്രസംഗിച്ച സദസ്സിനോട് കർത്താവിന് ഇത് പറയാൻ ഒരു മടിയില്ല, ഒരു മടിയില്ല. അതാണ് കർത്താവിന്റെ സ്നേഹം. കാരണം ഇവർ നഷ്ടപ്പെടരുത്. ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്, കംപ്ലീറ്റ് ഇറ്റ്. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബേത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? എല്ലാരെക്കാട്ടിലും കർത്താവ് ഇവരുടെ ഇടയിലാണ് വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തത്. സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ. ഇത് വിശ്വസിക്കാൻ, ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുമോ? സോദോം ആൻഡ് ഗോമോറ. സോദോമിന്റെ കാര്യം ഇവിടെ പറയുന്നു. അയ്യോ, മ്ലേച്ഛതയ്ക്ക് അവാർഡ് മേടിച്ചവർ, ദൈവം തമ്പുരാൻ ചൂട്ട് ചാമ്പലാക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. നിന്നേക്കാൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ ഈ അത്ഭുതങ്ങളും ഈ വീര്യപ്രവൃത്തിയും ഈ പ്രസംഗങ്ങളുമൊക്കെ സോദോമിൽ നടന്നായിരുന്നെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായവിധി ഉണ്ടാകത്തില്ലായിരുന്നു, ഇന്ന് വരെ നിൽക്കുമായിരുന്നു. പിന്നെ എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മളെന്താണ് അവരൊക്കെ എല്ലാം പോക്ക, വെള്ളം അടിച്ച് സകലതും പോക്ക. ഇതാണ് നമ്മൾ ഈ പറയുന്നത്. അവരെല്ലാം പോക്ക, നമ്മളോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗ്രീക്ക്, ഹിബ്രു. ഈ നാടകം നിർത്തണം, എന്നിട്ട് താഴണം ദൈവസന്നിധിയിൽ. ഈ ലോകത്തിലെ ഒന്നുമല്ല. യു നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ഗോഡ്. ദൈവവചനത്തിന് ക്ഷാമമില്ലാതെ രാവിലെയും വൈകിട്ടും പുൾപിറ്റിൽ നിന്ന് ദൈവത്തിന്റെ വചനം ഒട്ടും വാട്ടർ ഡൗൺ ചെയ്യാതെ വരുന്നത് ദൈവത്തിന്റെ കരുണയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആള് പറഞ്ഞ പോലെ, എടാ സഭ വല്ലോ ഇവിടെ കൊണ്ട് ഈ കോണിൽ ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും ഉണ്ടാക്കുമോ? നമ്മളല്ലല്ലോ ഉണ്ടാക്കിയത്. ഇത് കർത്താവിന്റെ സഭ, ഇവിടെ കർത്താവിന്റെ വചനം. അത് കേട്ടേച്ച് മാത്രം പോകരുത്. കേട്ടെങ്കിൽ ഇവാലുവേറ്റ് യുവർ സെൽഫ്. നൗ ഈസ് ദ ടൈം ആൻഡ് റിപ്പന്റ്. റിപ്പന്റ്. ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദപുസ്തക പ്രകാരമല്ലെങ്കിൽ തിരിയ്. എന്തിനീ പാപത്തിൽ തുടർന്ന് ന്യായവിധി ഏൽക്കണം? ചേഞ്ച്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് കരുണയുള്ള ദൈവമാണ്. He came and gave his life for us. നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രാപ്തിയുള്ള ദൈവമാണ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. നമ്മൾ മിടുക്ക് കളിക്കരുത്. കഫർനഹൂമാരും മിടുക്കരായി. ഞാൻ കർത്താവിന്റെ കാര്യം ഓർക്കുക. ഹൗ സാഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ. കൊരാസിൻ, ബെത്സയിദ, ഈ
പരസ്യത്തിനൊക്കെ പോകുമ്പോൾ ഒരുത്തനും കേൾക്കത്തില്ല, നമുക്കെന്താ നെഞ്ചിന് വേനയല്ലേ? നിങ്ങൾ യേശുവിനെ ധ്യാനിച്ചോണം. ചിലര് രക്ഷപ്പെട്ടു, പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ no. യോഹന്നാൻ 1:19 നിങ്ങൾക്കറിയാമല്ലോ. അവൻ ഈ ലോകത്തിൽ വന്നു, ലോകം അവനെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. നസറത്തുകാർക്ക് വേണ്ട, ഇനി കഫർനഹൂർക്ക് വേണ്ട. ഞങ്ങൾ ബ്രദറെ ഞങ്ങൾ ദോഷവും പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണോ? വേണ്ട. യു തിങ്ക് അബൌട്ട് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് ഒരു മുട്ടുസൂചിക്കെങ്കിലും അവിടുന്ന് മാറിയോ? He kept on preaching and preaching and preaching and preaching and finally gave his life for us. സത്യം ഇതാ. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ആളുകൾ ചുരുക്കമേ കാണും. ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മളെ തള്ളും. കോയിപ്പുറം തള്ളിയില്ലേ? കോയിപ്പുറത്തിന് ആരെങ്കിലും വരണോ? പത്തനംതിട്ടയ്ക്ക് ആരെങ്കിലും വരണോ? പത്തനംതിട്ടയുള്ളവരും കോയിപ്പുറത്തുള്ളവരും തിരുവല്ലയിലുള്ള എന്താ മുനിസിപ്പാലിറ്റിയല്ലേ ഇളകിയോ? ഇല്ല. എന്താ ചെന്നാൽ ഇതാണ് കേൾക്കുന്നത്. അതിന് ചില ആളുകളുടെ ചിന്ത എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമോ പാസ്റ്ററെ? എടാ, അങ്ങനെ പറയാതിരുന്ന ആളിനെ കയറ്റുന്ന സമ്പ്രദായമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ ക്ലബല്ല. ദൈവത്തിന്റെ സഭ തമാശ അല്ല. ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ഇടമല്ല സഭ. കർത്താവിന്റെ സഭയാണെങ്കിൽ, വേറെ വല്ലവരുടെ സഭയാണെങ്കിൽ ഈ പണിയൊക്കെ നടക്കും. കഞ്ഞി കുടിക്കാൻ നിൽക്കണമെങ്കിൽ ഈ പരിപാടിയൊക്കെ ചെയ്യണം. ദൈവത്തിന്റെ സഭ ഇങ്ങനെയല്ല. ദൈവത്തിന്റെ സഭയിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ന്യായവിധിയുടെ ദൂത. ഏറെ ലഭിച്ചവനോട് ഏറെ തമ്പുരാൻ ചോദിക്കും. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.